സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതാണ്. പലയിടങ്ങളിലും നിന്നും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, സാമ്പത്തിക വരവ് നിങ്ങൾക്ക് ഈ വിഷുവർഷത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. എന്ത് കാര്യം നിങ്ങൾ തുടങ്ങിയാലും അത് ഉയർച്ചയിലെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഉറപ്പായിട്ടും അതിൻ്റെ കാര്യങ്ങൾ നടന്ന് മുമ്പോട്ട് പോകുന്നതായിരിക്കും. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ സമ്പാദ്യം നേടാൻ സാധിക്കുന്ന ഒരു വർഷമാണ് യഥാർത്ഥത്തിൽ അവിട്ടത്തിനെ സംബന്ധിച്ച് ഈ വർഷം. ഉദ്യോഗം, പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗം ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷം. വിവാഹത്തിന് ഗുണകരമായ കാലഘട്ടമാണ്. ഉറച്ച ഒരു തീരുമാനത്തോടു കൂടി നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വർഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ 2026 വിഷുവർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് തിരുവോണ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ അധ്യായത്തിൽ അവിട്ടം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷം എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. തിരുവോണത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കുറേയൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷവും എന്നാൽ ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരുന്ന ഒരു കാലയളവാണ് അവിട്ടം നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായി വിദ്യാർത്ഥികൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമാണ്. അവിട്ടം നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ ഒരു കാലയളവാണ്. പ്രണയത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു വർഷമാണ് അവിട്ടം നക്ഷത്രത്തിന്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്ന ഒരു കാലയളവ്. അതുപോലെ കൈകാലുകൾക്കോ ശിരസിനോ രോഗങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത. സാമ്പത്തിക ഉയർച്ചയും ഭൂമി ലാഭവും വാഹന ലാഭവും ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയായിരിക്കും അവിട്ടം നക്ഷത്രത്തിന് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾക്ക് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഉയർച്ച ഉണ്ടാകും. അത് 3 രീതിയിലുള്ള ഉയർച്ചയായിരിക്കും. ഒന്ന്, നിങ്ങളുടെ വിദ്യാഭ്യാസ തലം നന്നായി ഉയർന്നു വരും. ബുദ്ധിക്ക്, നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഈ ഓർമ്മക്കുറവ് അങ്ങനെയൊക്കെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒക്കെ മാറി ബൗദ്ധികമായ ഒരു വളർച്ച നിങ്ങളിൽ ഉണ്ടാകും. അതുപോലെ ഉന്മേഷം വർദ്ധിക്കുന്ന, പഠിക്കാൻ കുറച്ചും കൂടെ മനസ്സൊക്കെ വരുന്ന ഒരു കാലയളവായിരിക്കും ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. നല്ല സൗഹൃദങ്ങളും നല്ല ഗുരുക്കന്മാരും നിങ്ങൾക്കുണ്ടാകും. അതുപോലെ നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ അറിയാതെ തന്നെ ഒരു മാറ്റം, ഒരു പക്വത നിങ്ങളുടെ ഭൂരിഭാഗം പേർക്കും ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. കുടുംബപരമായി കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. അതുപോലെ മംഗളകർമ്മങ്ങൾ, അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷം. അതെങ്കിലും ബന്ധുമിത്രാദികളുടെ വിവാഹ ചടങ്ങുകളോ അതുമല്ലാന്നുണ്ടെങ്കിൽ മറ്റ് തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ, ഇപ്പോൾ ഏതെങ്കിലും കുട്ടികളുടെ ഒരു നല്ല വിജയം, ഒരു കുട്ടി ഒരു പരീക്ഷയിൽ നല്ല വിജയം കരസ്ഥമാക്കിയാൽ അതും യഥാർത്ഥത്തിലൊരു മംഗളകർമ്മമായിട്ട് തന്നെ കണക്കാക്കാം. അങ്ങനെ തുടങ്ങിയിട്ട് നല്ല നല്ല മംഗളകർമ്മങ്ങൾ ഈ ഒരു വിഷുവർഷത്തിൽ അവിട്ടം നക്ഷത്ര ജാതരായിട്ടുള്ളവരുടെ കുടുംബാംഗങ്ങളിൽ തീർച്ചയായിട്ടും സംഭവിക്കുന്നതായിരിക്കും. എന്നാൽ ഇടക്കാലങ്ങളിൽ ആദ്യത്തെ ഒരു 6 മാസത്തിനു ശേഷം മാതാവിനോടോ മാതൃസ്ഥാനീയരായിട്ടുള്ള സ്ത്രീജനങ്ങളോടോ പരസ്പരം വിദ്വേഷത്തിന് കാരണമാകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ നമ്മൾ നമ്മുടേതായ ഒരു സംയമനം കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോകുവാനായി ശ്രദ്ധിക്കുക. തൊഴിൽപരമായിട്ട് അവിട്ട നക്ഷത്രത്തിന് ഉദ്യോഗം, പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗം ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. അത് എല്ലാ ഭൂരിഭാഗം പേർക്കും ലഭിക്കും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു 40% വരുന്ന അവിട്ട നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക്, സർക്കാർ ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഒരു നല്ല സർക്കാർ ജോലി ലഭിക്കുന്ന ഒരു കാലയളവാണ്. അതുപോലെ പ്രൈവറ്റ് ഫേമിലേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു ജോലിക്ക് കയറുന്നതിന് മുൻപ് ആദ്യം ആ കമ്പനിയെക്കുറിച്ച് നല്ലവണ്ണം ഒന്ന് അന്വേഷിക്കുക. അല്ലെങ്കിൽ അത് ഏത് മേഖലയിലായിരുന്നാലും നല്ലവണ്ണം ഒന്ന് തിരക്കിയിട്ട് നിങ്ങൾ കയറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കാരണവശാലും ജോലി സംബന്ധമായിട്ട് ഡെപ്പോസിറ്റ് പോലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും അവിട്ട നക്ഷത്ര ജാതര ഈ വർഷം ചെയ്യരുത്. അതുപോലെ തന്നെ ഭൂമി ലാഭം, ഗൃഹലാഭം, വാഹനലാഭം, ഈ 3 കാര്യങ്ങളും അവിട്ട നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷത്തിലുണ്ട്. ഈ 3 കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങുമ്പോഴും കൃത്യമായ സമയവും കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ഇറങ്ങാവൂ. ഇല്ലെങ്കിൽ അവിടെയും നിങ്ങൾക്കൊരു ചതി പറ്റുവാനും സാധ്യതയുണ്ട്. ഇതെല്ലാം ഭാഗ്യങ്ങളാണ്. പക്ഷേ ഭാഗ്യം പിന്നീട് നമ്മൾ ചെയ്ത പ്രവൃത്തി മൂലം നിർഭാഗ്യമായി മാറാൻ പാടില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് നോക്കുക. നിലവിൽ തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന തൊഴിലാളികളായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ
സമാധാനപരമായിട്ട് നിങ്ങളുടെ ജോലിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന അവിട്ട നക്ഷത്ര ജാതകർക്ക് ചെറിയ പാരകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചുള്ളത്. വലിയ പ്രശ്നമൊന്നുമല്ല, ചെറിയ കുറച്ച് പാരകൾ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് സങ്കടം വരുന്ന എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ മാത്രം മതിയാകും. വൈവാഹികപരമായിട്ട് അവിട്ട നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് വിവാഹത്തിന് ഗുണകരമായ കാലഘട്ടമാണ്. ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് ആദ്യത്തെ 6 മാസങ്ങൾ പിന്നിട്ടതിന് ശേഷമുള്ള സമയമാണ്. ആ ഒരു ടൈമിൽ കുറച്ചും കൂടെ വിവാഹം നടത്തുവാനുള്ളൊരു തീരുമാനം എടുത്താൽ നല്ലതായിരിക്കും. മനസ്സിനിണങ്ങുന്ന പങ്കാളികളെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നല്ല വാക്ചാതുര്യം ഉള്ള, നിങ്ങളെ മനസ്സുകൊണ്ട് നന്നായി സ്നേഹിക്കുന്ന, ഏത് പ്രതിസന്ധിയിലും നിങ്ങളെ പിടിച്ചു നിർത്തുന്ന പങ്കാളികളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത് ഈ വിഷുവർഷത്തിൽ. പ്രണയ സംബന്ധമായി പ്രണയത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ട വർഷമാണ് അവിട്ട നക്ഷത്രത്തിനെ സംബന്ധിച്ച് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് മൂലം നിങ്ങളുടെ ബന്ധം പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ ഈ വിഷുവർഷത്തിൽ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ ഈ ഒരു ബന്ധത്തെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് ഉള്ളത്. ജോലി സംബന്ധമായിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഈ പ്രണയ വിഷയം കാരണം മനസ്സ് ഡിപ്രസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻ വരാം. അതുകൊണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾ പ്രണയത്തെയും കൂടെ ഒരിക്കലും കൂട്ടി മുട്ടിക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായ വഴി തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോവുക. വ്യാവസായികപരമായി വ്യവസായത്തിന് അവിട്ട നക്ഷത്രത്തിന് വളരെയധികം ഗുണകരമായ വർഷമാണ് ഈ വിഷുവർഷം. പ്രത്യേകിച്ചും നിങ്ങളൊരു 3-4 പേര് ചേർന്ന് എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്കും സ്ത്രീജനങ്ങൾക്കും നല്ല സമയമാണ് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. എന്ത് കാര്യം നിങ്ങൾ തുടങ്ങിയാലും അത് ഉയർച്ചയിലെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഉറപ്പായിട്ടും അതിൻ്റെ കാര്യങ്ങൾ നടന്ന് മുമ്പോട്ട് പോകുന്നതായിരിക്കും. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ സമ്പാദ്യം നേടാൻ സാധിക്കുന്ന ഒരു വർഷമാണ് യഥാർത്ഥത്തിൽ അവിട്ടത്തിനെ സംബന്ധിച്ച് ഈ വർഷം. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതാണ്. പലയിടങ്ങളിലും നിന്നും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, സാമ്പത്തിക വരവ് നിങ്ങൾക്ക് ഈ വിഷുവർഷത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. ആരോഗ്യപരമായി ആദ്യം ഞാൻ പറഞ്ഞതുപോലെ കൈകാലുകൾക്കോ അല്ലെങ്കിൽ ശിരസ് സംബന്ധമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക. ആരോഗ്യത്തിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഉണ്ടാവാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അതിനു വേണ്ട കാര്യങ്ങളും കൂടി നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒരു ഉറച്ച ഒരു തീരുമാനത്തോടു കൂടി നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വർഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ദോഷപരിഹാരാർത്ഥം അവിട്ട നക്ഷത്ര ജാതരായിട്ടുള്ളവർ ചെയ്യേണ്ടത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, മഹാദേവനെ, ശിവനെ നന്നായി ഭജിക്കുക. പൊതുവെ അവിട്ട നക്ഷത്ര ജാതരായിട്ടുള്ള ഭൂരിഭാഗം പേരും ശിവഭക്തരായിരിക്കും. പക്ഷെ എന്നാൽ അതിനോടൊപ്പം കുറച്ചുകൂടി ശിവക്ഷേത്രങ്ങളിൽ നിങ്ങളുടെ സമയം ചിലവഴിക്കാൻ, ഒരു അരമണിക്കൂറെങ്കിലും ശിവക്ഷേത്രങ്ങളിൽ ഇരുന്നൊന്ന് ധ്യാനിക്കാനും ഭഗവാന്റെ ധ്യാനമന്ത്രങ്ങൾ ചൊല്ലുവാനും ഒക്കെ ഒരു സമയം കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. മഹാവിഷ്ണുവിനെയും കൂടി ആ തുല്യ പ്രാധാന്യത്തോടു കൂടി ഒന്ന് പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ ഭഗവാനെയോ വിഷ്ണുവിനെയോ നന്നായി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവതാരമൂർത്തികളാരെയെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക. ആ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ദർശനം നടത്തുക. ഭഗവാന്റെ മൂലമന്ത്രം ഓം നമോ നാരായണായ എന്നുള്ള മൂലമന്ത്രം ജപിച്ച് 7 തവണ ഭഗവാന്റെ ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നത് അവിട്ടം നക്ഷത്രത്തിന് ഈ വിഷുവർഷത്തിൽ വളരെയധികം ഗുണം ചെയ്യുമെന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ അവിട്ട നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും നല്ലൊരു വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു. നമസ്കാരം.